പറയുന്നത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കുത്തി 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 നമുക്ക് ചോദിക്കാം, കുത്തി കുത്തി ചോദിക്കണം. അതാണ് ഗെയിം. സോ പുള്ളി ഗെയിമറാണ്. എനിക്ക് മരുന്ന് എടുക്കണം. ഞാനാ കാരണക്കാരൻ. വായ മൂടി ഇരുന്നൂടെ കുറച്ചു നേരം. ആൾക്കാരുടെ അഭിപ്രായം കാര്യങ്ങൾ പറയണ്ടേ? खराब कर रहे हो यार भाई. अरे भाई तो हमको भी भूख लगता है, हमको भी अंदर जाना चाहिए. അതൊന്നും പറ്റത്തില്ല, അതൊന്നും പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് വാതിൽ തുറന്നാ അകത്ത് പോകും. ബിഗ് ബോസ് വാതിൽ തുറന്നില്ലെങ്കിൽ ആരായിരുന്നാലും ഇവിടെ ഇരിക്കും. അത് ഞാനായിരുന്നാലും ഇരിക്കും, സമയത്തും കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇരിക്കുമ്പോഴത്തേ എല്ലാവരും കൗശൽ വന്നിരിക്കും. വേണം ബിഗ് ബോസ് ഒരു കാര്യം പറയുന്നത്. ഇവിടെ എല്ലാവരും സ്പ്രെഡ് ആയിട്ട് പറയില്ല. എന്താ പറയുന്ന അറിയാം, കുറച്ചേരായിട്ട് പറയുന്നുണ്ട്. എന്റെ വിഷയം പറ്റുന്നറിയില്ല, തിരുവയ്യ ഒന്ന് കിടക്കണം. സീരിയസ് സുഖമില്ല. ബിഗ് ബോസ് പറഞ്ഞു, ബിഗ് ബോസിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയാ. പിന്നെ ഇയാളെ നിർത്തില്ല. നിങ്ങൾ തുടങ്ങിയാല് കുറച്ച് ബിഗ് ബോസ് is going through something else. If you can put the camera on her, please. Midnight drama. വെള്ളം കൊടുക്കാം. അതെ, please shut up. ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. അവർക്കൊരു മെന്റൽ റിലാക്സേഷനിലും കിട്ടും. ഫുഡ് കിട്ടിയില്ലെങ്കിൽ വെള്ളം കിട്ടിയില്ല. എന്നോട് പറ്റ പറയുന്നു, അവിടെയും പറ. ശരി, ഒന്ന് രണ്ടുപേർക്ക് വയ്യാത്ത ആർക്കാണ്ട് ഷുഗർ ലോ ഉണ്ട്. അതുണ്ട്. അല്ലെല്ലാം മാറി കുറച്ച് ശുദ്ധമായി കൊടുക്കൂ. ഒന്ന് മാറി. അവിടെ അതിനകത്ത് വെള്ളം ഉണ്ടല്ലോ, ലോസ് ഏരിയയില്ല. വെള്ളം ഉണ്ടല്ലോ. വെള്ളം കുറച്ചുണ്ട്. പുള്ളിക്കാരി സുരേഷ് ചേട്ടനുണ്ട്. ബ്രോ വെള്ളം വേണം. ആ പ്രശ്നക്കാരനെന്ത് കുറിച്ച് കോമ്പസ് ഇടിച്ച് നിന്റെ എവിടെയോ തീടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ, നമ്മളിങ്ങനെ ഒന്നാമത്തെ കാര്യം ബ്രോ, നിങ്ങൾ ലോ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഒന്നാം ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോ ആയിട്ടിരിക്കുമ്പോൾ, ഹൈ ആയിട്ടിരിക്കുമ്പോൾ ഈ ഇങ്ങനെ ഒച്ച കേട്ടോണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒന്നാമത് ഫുഡില്ല, ഒന്നാമത് മെഡിസിൻ എടുക്കാൻ ടൈം ആവും. അവർക്കത് പിന്നെ ഫ്രസ്ട്രേഷൻ ആയി. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ 24 hours ഇങ്ങനെ വലിപ്പിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടാ. അത് ഞാൻ വെറുതെ പറയുന്നത്. അത് ഞാൻ വിചാരിച്ചു സ്റ്റാർട്ടിംഗ് മുതൽ തുടങ്ങി. അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നിട്ട് ബേസിക്കലി ഡീസൻസി റെസ്പെക്ട് ഉണ്ട് ബിഗ് ബോസ്. അതാണ് കൊടുത്തത്. അത് ബോസിന് റെസ്പെക്ട് ആണ് കൊടുത്തത്. ഉള്ളിൽ പോയിട്ട് അതേ ഉള്ളൂ കാര്യം. ഓക്കെ, അവിടെ കയറിയിരിക്കും. നോട്ട് ചെയ്യാം. മാറി മാറി പറയും. മാറി മാറി പറയും. അല്ലേ, അത് നിങ്ങ ഇഷ്ടം. എനിക്കറിയില്ല, ഞാൻ അത്ര കടന്ന് ചിന്തിച്ചില്ല. ഇത് എന്റെ പ്രോസ്പെക്റ്റീവില് ഇങ്ങനത്തെ ഒരു ലോജിക്കാണ്. എടാ എല്ലാരും ഒന്ന് ജലീഷേട്ടാ, ഒരാളെ വയ്യാതിരിക്കുക. കുഴപ്പമില്ല. മറന്ന് മനുഷ്യനാണ്, തെറ്റുപറ്റി. ഞാൻ സമ്മതിക്കുന്നില്ലേ? ഏത് തെറ്റ് ഞാൻ സമ്മതിക്കാത്തത്? അർജുൻ യുവർ ക്യാപ്റ്റൻ, ഏത് തെറ്റ് ഞാൻ സമ്മതിക്കാത്തത്? ഞാൻ എല്ലാ തെറ്റുകളും ഞാൻ ചെയ്തത് സമ്മതിക്കാറുണ്ട്. എന്തായിരിക്കും ചേട്ടാ? എന്റെ അകത്ത് വേറെ എന്തോ ചെയ്യേണ്ടതാണ്. കിടക്കണ്ട്. വലിയ ക്യാമ്പിലാണ്. അതല്ല ചേട്ടാ, അല്ല ചേട്ടൻ അറിയാം ഈ ഗെയിം എന്താണെന്ന്. ചേട്ടൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കുത്തി കുത്തി ചോദിക്കുന്നുള്ള
ബി ചേട്ടന്റെ തലയിൽ വെച്ചിട്ട് ചേട്ടൻ ആ ഗെയിം ഭയങ്കരമായി സ്കിപ്പ് ചെയ്ത് അവിടെ ഇവിടെ തൊടാണ്ട് എന്തൊക്കെയോ പിടിച്ചാണ് സംസാരിച്ചത്. ചേട്ടന്റെ പിന്നെ ചേട്ടൻ പറഞ്ഞു നിർത്തിയ കാര്യമില്ല ചേട്ടാ. ഇപ്പൊ ചേട്ടൻ കരഞ്ഞില്ലേ, സ്വാഭാവികമായി ഇവിടെ ഇരിക്കുന്ന എത്ര പേരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ചിരി വന്നു. ബിക്കോസ് ചേട്ടൻ അതിനകത്ത് കരയേണ്ട കാര്യം വരുന്നില്ല. അതിൽ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ കരയാതെ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചത്. പക്ഷെ ചേട്ടന് വേറെ കണക്ട് ചെയ്ത് എന്തോ ഉള്ളോണ്ടായിരിക്കും ചേട്ടൻ കറഞ്ഞത്. ആ കണക്ട് ഉള്ള കാര്യം ചേട്ടനോട് പറഞ്ഞിട്ടില്ല. അല്ല, ചേട്ടൻ എന്തെങ്കിലും മനസ്സിൽ കാണും, പക്ഷെ അത് ചേട്ടൻ പറഞ്ഞില്ല. എനിക്കൊരു കമ്പിത്തിന്റെ കാര്യം മതി, ഞാൻ കരഞ്ഞു പോകും. ഓപ്പർച്യൂണിറ്റി അപ്പുറത്തുനിന്ന് ഗ്രാബ് ചെയ്യാണ് അവർക്ക്. അതായത് പുള്ളിയുടെ പ്രശ്നം പറഞ്ഞിട്ട് അപ്പുറത്തിരിക്കുന്നവർക്ക് ഗ്രാബ് ചെയ്യണം. അതല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ആരെ ഗ്രാബ് ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഗ്രാബ് ചെയ്തോണ്ടിരിക്കുക. അതാണ് എന്നിട്ട് അയാളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ ഗ്രാബ് ചെയ്യാണ് അടുത്തിരുന്നിട്ട്. അത് കാണാലോ, വിസിബിൾ ആണല്ലോ. നോക്ക്, ജാസ്മിന് ഗ്രാബ് ചെയ്യണം അറ്റൻഷൻ. അതാണ് സാലഡ് അരിഞ്ഞ് ഒരു ചെറിയ സാലഡ് ആയിട്ട് കൊടുക്കാം. അവരത് കഴിക്കും. നമ്മൾ എന്ത് കൊടുത്താലും അവർ കഴിക്കണം. നമുക്കപ്പോ നമുക്ക് ഈ ടാസ്കില് പറഞ്ഞേ അവർക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ റെഡിയാക്കലുണ്ടല്ലേ. നമ്മൾ കൊടുക്കും. അല്ല ആരൊക്കെ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കില്ല രതീഷ്. ഞാൻ വിശ്വസിക്കില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ചേട്ടൻ അവിടെ ഇവിടെയും തൊട്ടിട്ടാണ് ചേട്ടൻ സംസാരിച്ചത്. ഇതിനകത്ത് എന്തിനാ അതിനകത്ത് കരയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, അതിൽ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ആയിരിക്കാം, ഞാൻ അങ്ങനെയാണെന്ന് പക്ഷെ അതിൽ ചേട്ടൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടന് എന്തെങ്കിലും നല്ലൊരു റീസൺ കാണും. അത് ചേട്ടനോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അല്ല അത് പറയാതെ ചേട്ടൻ കാര്യങ്ങളാണ് എല്ലാവരും ഇവിടുന്ന് ഫേക്ക് എന്ന് പറയുന്നത്. ക്ലൈമാക്സിലെ വരുള്ളൂ. പക്ഷെ അതിലേക്ക് വരുമ്പോഴേക്കും ഞാൻ എന്താ ചെയ്യാ, കരഞ്ഞു പോയി. എനിക്കൊരു കമ്പിത്തിരുടെ കാര്യം മതി കരയാൻ. ചേട്ടാ അത് ഞാൻ സമ്മതിച്ചു. ഞാൻ എന്തേ പറഞ്ഞു, ഞാൻ ഇവിടെ പറഞ്ഞു ഇപ്പൊ തന്നെ ഓരോരുത്തരുടെ വിഷമങ്ങൾ പലതാണ്. എന്റെ കമ്പിത്തിരുടെ കാര്യം ചേട്ടാ ചേച്ചി വയ്യാതിരിക്കാൻ ഞാൻ കരഞ്ഞു. ചേട്ടൻ ചെറിയ കാര്യങ്ങൾ കരയാറുണ്ട്. എടാ ഞാൻ എന്താണ് ഡിലേ ഞാൻ പറഞ്ഞു കുറച്ച് കേട്ടച്ച് കൊടുക്കുക. ചേച്ചിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അകത്ത് കയറിയിട്ട് നിങ്ങൾ എന്ത് തേങ്ങ പോലെയാണെങ്കിലും